ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് പുറത്താകാനായിട്ട് പോകുന്നത് ലക്ഷ്മിയാണ് എന്നുള്ളൊരു റൂമർ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ലക്ഷ്മി പുറത്താവാനുള്ള കാരണങ്ങൾ പറയാം. ലക്ഷ്മിയുടെ ഗെയിമിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ലക്ഷ്മി അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള 10-40 ദിവസങ്ങൾ, അത് വന്ന് കയറിയത് തന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ലക്ഷ്മിയുടെ ഗെയിമിൽ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള തൊട്ടാൽ പൊള്ളുന്ന പോലത്തെ വിഷയങ്ങൾ എടുത്ത് വെച്ചിട്ട് ലക്ഷ്മി കളിച്ചൊരു ഗെയിമാണ് അത്. ആ ഗെയിമിൽ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. നമ്മളെന്നല്ല, ഒരുപാട് പ്രേക്ഷകര് പരിധി വിട്ട് വിമർശിച്ചിട്ടുണ്ട് ലക്ഷ്മിയെ. അപ്പോ ആ ഒരു ഗെയിമിൽ നിന്നൊക്കെ വിട്ടുമാറി ഫസ്റ്റ് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ആണ് ലക്ഷ്മിയുടെ ഗെയിം എന്ന ട്രാക്കിലേക്ക് വന്നത്. ട്രാക്കിലേക്ക് വന്നപ്പോ പോലും ലക്ഷ്മിയുടെ ഒരു എന്താ പറയാ, ആ തുടക്കത്തിലുള്ള ആ ഒരു സാധനം തന്നെ വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും അത് ആ ഒരു സംഭവം പുറത്തേക്ക് വന്നിരുന്നു. അപ്പൊ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയ രീതിയിലുള്ള ഒരു ഗ്രാഫായിരുന്നു. തുടക്കത്തിൽ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഗെയിം കളിച്ചിട്ട് പിന്നെ 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 കോണ്ടന്റ് ഒന്നും ഇല്ലാതെ കിട്ടുന്ന സാധനം എടുത്തു വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് ലക്ഷ്മി വന്നപ്പോ തൊട്ട് തുടങ്ങി ലക്ഷ്മിയുടെ ഗ്രാഫ് താഴേക്ക് പോയി, പിന്നെ മേളിലേക്ക് പോയി, പിന്നെയും താഴോട്ട് പോയി. അങ്ങനെ ആ രീതിയിലാണ് ലക്ഷ്മിയുടെ ഒരു ഗെയിം. അത് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ സീസണിൽ നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്ന് ഞാൻ പറയില്ല. ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച, ഓപ്പൺ ആയിട്ട് തന്റെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു മടിയും കാണിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു എന്നത് ശരി തന്നെയാണ്. അത് തുടക്കം മുതൽ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ ഗെയിമിനെ പറ്റി പറയാനുള്ളത്. ലക്ഷ്മിയുടെ ഗെയിമിന് സംഭവിച്ചത് ഇതാണ്, ഈ ഒരു ഇൻകൺസിസ്റ്റൻസി, സ്ഥിരതയില്ലാത്ത ലെവൽ ഒരു ഗെയിമായിരുന്നു. ആ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനത്തെ തന്നെ പിടിച്ചങ്ങ് മുന്നോട്ട് പോവായിരുന്നേലും ചിലപ്പോ സീസൺ 4 നമ്മുടെ ലക്ഷ്മി പ്രിയൊക്കെ ടോപ്പ് 5 വന്ന പോലെയൊക്കെ ലക്ഷ്മി വന്നേനെ. അത് ആ രീതിയിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് പിടിച്ചു പോണമായിരുന്നു. വെള്ളസാരി ആ ഒരു സാധനം പിടിച്ചു പോവാണെങ്കിൽ ഒരുപക്ഷെ പറ്റിയേനെ. പക്ഷെ ലക്ഷ്മിയുടെ ഗെയിം ഇങ്ങനെ താഴെ പൊക്കോണ്ടിരുന്നു എന്നുള്ളതാണ് ശരി. ഭയങ്കര ഡിപ്പ് വന്നു ലക്ഷ്മിയുടെ ഗെയിമിൽ. ഇതേപോലെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ലക്ഷ്മിക്ക് അങ്ങനെ ആ ഒരു അടുപ്പം പ്രേക്ഷകരുമായിട്ടോ അവിടെ ഉള്ളവരുമായിട്ടോ ആരുമായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതൊരു പരാജയം തന്നെയാണ്. പ്രേക്ഷകരുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇപ്പൊ അനീഷ് അവിടെ ഉള്ളവരുമായിട്ട് ആരുമായിട്ട് ഓവറായിട്ട് അടുപ്പമൊന്നുമില്ല, പിന്നെയും കുറച്ചേലുള്ള ഷാനവാസിന്റെ അടുത്താണ്. പക്ഷെ പ്രേക്ഷകരുമായിട്ട് അനീഷിനൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അത് പല വഴികളിലൂടെ അനീഷിനത് പറ്റി. ലക്ഷ്മിക്ക് അത് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി ആ രീതിയിലൊരു ഗെയിം അവിടെ കളിച്ചിട്ടില്ല, ഒരു ഓഡിയൻസ് കളി കളിച്ചിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അത് തുടക്കത്തിലെ ആ ഒരു സാധനം തൊട്ട് തുടങ്ങി ഈ അവസാനം ഈ ആഴ്ച വരെ ലക്ഷ്മിക്ക് ആ രീതിയിൽ ഒരു കളി കളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 76ാമത്തെ ദിവസം പുറത്താകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.